ബ്രിക്സ് സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ സഖ്യ നീക്കത്തിനായി റഷ്യ മുൻകൈ എടുക്കുകയാണ്. ലോകത്ത് അമേരിക്ക അടക്കം എല്ലാ രാജ്യങ്ങളും ഏറ്റവും സൂക്ഷ്മതയോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് റഷ്യ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഉക്രൈനുമായുള്ള പോരാട്ടത്തിൽ റഷ്യയ്ക്ക് മാനസികമായും അതുപോലെ തന്നെ തങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡൻ്റായ മസൂദ് പെസക്സിയാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇറാൻ എന്ന രാജ്യം റഷ്യയോടൊപ്പം വൈകാരികമായി നിൽക്കുന്നു എന്നാണ് ആ വേളയിൽ തുറന്നു പറഞ്ഞത്. ഇതൊരു രാജ്യത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ശക്തിയാണ്. റഷ്യ കഴിഞ്ഞ ഏറെ നാളുകളായി ഉക്രൈനോട് പോരാടുന്നത് കേവലം നാറ്റോയുടെ നെറികേടുകൾക്കെതിരെയും അമേരിക്കയുടെ സഹായങ്ങൾ നൽകുന്നതിൽ നിന്നും ഉക്രൈനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് റഷ്യയെ അധീനപ്പെടുത്തി റഷ്യയെ കൂടുതൽ ഛിന്ന ഭിന്നമാക്കാൻ ഉക്രൈനിൽ യൂറോപ്യൻ യൂണിയൻ ഇട്ടിരിക്കുന്ന ഗൂഢ ലക്ഷ്യങ്ങളെ പൊളിച്ചെടുക്കാനാണ്. ഉക്രൈൻ എന്നത് കേവലം ഒരു കാരിയർ മാത്രമാണ്. സ്ഥിരതയില്ലാത്ത ഒരു രാജ്യം, സ്ഥിരതയില്ലാത്ത കോമാളിയായ ഒരു ഭരണാധികാരി, അതൊക്കെയാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വ്ളോഡിമർ സെലൻസ്കി എന്ന കോമാളി, അയാൾ ഒരു പപ്പറ്റിനെ പോലെ നാറ്റോയുടെയും അമേരിക്കയുടെയും വാക്കുകൾ കേട്ട് ആടിക്കളിക്കുകയാണ്. സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കെൽപ്പില്ല, പണ്ട് മുതലേ ഇല്ല. നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനിൽ കൊണ്ടുവന്ന്, കീവിലും കാർക്കീവിലും കൊണ്ടുവന്ന് മാരക ശേഷിയുള്ള ആണവായുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്നു, ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നു. എന്തിനാണ്? ലക്ഷ്യം എന്താണ്? മോസ്കോയെ ലക്ഷ്യം വയ്ക്കുകയാണ്. മോസ്കോയിൽ വിസ്ഫോടനം നടത്താൻ വേണ്ടിയുള്ള ആണവ റിയാക്ടറുകൾ. അതിനെ സ്വാഭാവികമായും റഷ്യ തകർത്തേ മതിയാവൂ. അവിടെ ശരിതെറ്റുകളില്ല. റഷ്യയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഒരിക്കൽ സോവിയറ്റ് യൂണിയനെ തകർത്ത സാമ്രാജ്യത്വ ശക്തികൾ വീണ്ടും ഒന്നിച്ച് വീണ്ടും റഷ്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അത്രയല്ലെങ്കിൽ പോലും അതേ രീതിയിൽ വളർന്നു വരാൻ ശ്രമിക്കുന്ന റഷ്യ സ്വാഭാവികമായി യുദ്ധം ചെയ്യണം, ചെയ്തിരിക്കും. അവിടെ മനുഷ്യത്വവും അതല്ലെങ്കിൽ മറ്റ് സെൻറ്റിമെൻസിനും ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. ഉക്രൈനെ തകർത്തെറിഞ്ഞ് ഉക്രൈൻ വേണ്ടി വന്നാൽ പിടിച്ചെടുത്തുകൊണ്ട് തന്നെയായിരിക്കും റഷ്യ കണക്ക് തീർക്കുക എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് വ്ളാഡിമിർ പുടിൻ. അതിനോടൊപ്പം നിൽക്കാൻ നിഷ്പക്ഷതയല്ല കാണിക്കേണ്ടത്, അതിനോടൊപ്പം നിൽക്കാൻ സ്വാഭാവികമായും ഇറാനെ സാധിക്കുന്നുള്ളൂ ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാന് അൺകണ്ടീഷണൽ സപ്പോർട്ട് കൊടുത്ത റഷ്യക്ക് തിരിച്ചും അതേ നാണയത്തിൽ സഹായം ചെയ്തു കൊടുക്കുക. സാധാരണ പക അതേ നാണയത്തിലാണല്ലോ വീട്ടുന്നത്. ഇറാൻ ഇവിടെ നല്ലതൊന്നും മറക്കുകയില്ല. ആപത് ബാന്ധുരനായി വന്ന വ്ളാഡിമിർ പുടിനെ തോളോട് ചേർത്ത് പിടിക്കുകയാണ് മസൂദ് പെസക്സിയാൻ.